മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ്സ് വൻ വിജയമായെന്ന് പരോക്ഷമായി കോൺഗ്രസ് നേതൃത്വം KPCC സമ്മതിക്കുകയാണ്. അതിന് തെളിവാണ് KPCC പിന്നീട് പ്രഖ്യാപിച്ച ഈ വിചാരണ സദസ്സ് പൊളിഞ്ഞു പാളീസായിപ്പോയി. ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പരാജയം അവർ രുചിച്ചറിഞ്ഞു, അതിൻ്റെ കൈപ്പറഞ്ഞു. ഇനി അടുത്തൊരു നീക്കം നടത്തുകയാണ്. ഈ നവകേരള സദസ്സിനെ ഒന്ന് പ്രതിരോധിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അത് വൻ വിജയമായി എന്ന് പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട്, എന്നാൽ പുറത്തങ്ങനെ വിളിച്ച് പറയാനും വയ്യ. ആ അവസ്ഥയിലാണ് വേറൊരു ജാഥ നടത്താൻ KPCC തീരുമാനിച്ചിരിക്കുന്നത്. പേര് ഉഗ്രനാണ്. സമരാഗ്നി. സമരം എന്ന അഗ്നി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ജാഥ ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്ത് സമാപനം. ആ മാസം ഫെബ്രുവരി 27 തിരുവനന്തപുരത്ത് സമാപനം. അത്രയും നാളുകൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. ഇത് നയിക്കുന്നത് K. സുധാകരനും VD സതീഷുമാണ്, പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. അവിടെയും നവകേരള സദസ്സിനെ കോപ്പി ചെയ്യുകയാണ്. കാരണം ഈ ജാഥയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു പ്രഭാത യോഗം ഉണ്ടാവും. പ്രഭാത യോഗം, ചായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊരു പ്രഭാത യോഗം. നവകേരള സദസ്സിലെ പ്രഭാത സദസ്സ് പോലെ ഡിറ്റോയാണ്, അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ KPCC അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രഭാത യോഗത്തിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, സമുദായ നേതാക്കൾ, മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുക. എന്നിട്ടൊരു വാർത്താ സമ്മേളനം ഉണ്ടാവും. പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞിട്ട്, പ്രഭാത സദസ്സ് കഴിഞ്ഞിട്ട് ഈ നവകേരള സദസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു. അതും അതേപടി കോപ്പി അടിച്ചുകൊണ്ട് ഒരു കാര്യം അവർ ചെയ്യാൻ പോവുകയാണ്. നല്ല കാര്യം. കോൺഗ്രസ്സിന് അതുകൊണ്ട് ഒരു ഉണർവ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വൻ നിര നേതാക്കളെ കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് KPCC. അതായത് കേൾക്കുന്നത് പിന്നീട് പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ്, രേവന്ത് റെഡ്ഡി, തെലങ്കാന പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയ ഒരു വൻ നിര നേതാക്കളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിക്കുന്നത് AICC സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ KC വേണുഗോപാൽ ആണ്. ഇനി ഞങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം, ഏതായാലും നവകേരള സദസ്സിലെ കോപ്പി അടിച്ച് ഇങ്ങനെയൊന്നും നടത്തുകയാണല്ലോ, അപ്പോൾ അത് വിജയിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന. അതായത് ഈ നവകേരള സദസ്സിലെ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിരുന്നു. അതിൽ പലതിലും തുടർ നടപടികൾ നടന്നു വരുന്നത്, ഇപ്പൊ വാർത്തകൾ പലതും വരുന്നുണ്ട്. കാലാവധി മുഖ്യമന്ത്രി നിശ്ചയിച്ചത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പരിഹരിച്ചിരിക്കും. പഞ്ചായത്ത് തലമോ താലൂക്ക് തലമോ ജില്ലാ തലമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലായാലും 45 ദിവസത്തിനകം പരിഹരിച്ചിരിക്കും ന്യായമായ പരാതികൾ എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം ഈ നവകേരള സദസ്സ് ഇപ്പം നടക്കുമ്പോൾ ഫെബ്രുവരി 9 മുതൽ നടന്നു വരുമ്പോൾ തന്നെ ഈ 45 ദിവസം എന്നുള്ളതിൻ്റെതായ ഏതാണ്ടൊക്കെ അത് അവിടേക്ക് എത്തുമല്ലോ, ഒരു കാലയളവ്. അതുകൊണ്ട് ഇപ്പോൾ ഓരോ ജില്ലയിൽ നിന്നും ഓരോ മണ്ഡലത്തിൽ നിന്നും തന്നെ ആയിരക്കണക്കിന് പരാതികളാണ് നവകേരള സദസ്സിൽ കിട്ടിയത്. അതുകൊണ്ടാണ് 14 ജില്ലകളിലെ പരാതികളെടുത്താൽ ലക്ഷങ്ങൾ വരുമെന്ന്, 1 ലക്ഷത്തിന് മുകളിൽ പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതിൻ്റെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. അപ്പം ഇവിടെ കോൺഗ്രസ് ഈ സമരാഗ്നിയിൽ കൂടെ ചെയ്യേണ്ടത് ഈ പരാതികളിൽ, നവകേരള സദസ്സിൽ കിട്ടിയ പരാതികളിൽ, ഗവൺമെന്റ് കിട്ടിയ പരാതികളിൽ എത്ര എണ്ണം പരിഹരിച്ചു എന്നുകൂടി അവർ പറയാൻ തയ്യാറാവുമോ? പരിഹരിച്ചില്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ സതീസുധമാരുടെ ഈ ജാഥ തയ്യാറാവുമോ? ഇത് വെറുതെ ജാഥയിൽ പോയാൽ ഇത് കണക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഡാറ്റയാണ്. ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഓരോ ജില്ലകളിലും നിങ്ങളുടെ സമരാഗ്നി കാസർഗോഡ് നിന്ന് പുറപ്പെടുമ്പോൾ ആദ്യം കാസർഗോഡ്, പിന്നെ കണ്ണൂർ, പിന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട് മുതൽ ഇങ്ങോട്ട് തെക്ക് വരെ ഓരോ ജില്ലയിലെയും ഓരോ മണ്ഡലത്തിലെയും കിട്ടിയ പരാതികളിൽ ഈ ഗവൺമെന്റ് എത്രണ്ണം പരിഹരിച്ചു?
പരിഹരിച്ചിട്ടില്ല. ഇത് ഗവൺമെന്റ് ദയനീയ പരാജയമാണ്. നവകേരള സദസ്സ് ഒരു ആർഭാടം ദൂർത്തായിരുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ സമരാജ്ഞിക്ക് കഴിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കണക്കെടുക്കണം, ഡേറ്റ വേണം, ഡേറ്റ വെച്ച് സംസാരിക്കണം, അല്ലാതെ വായി തോന്നുന്നത് പറയാൻ പാടില്ല. അതിന് തയ്യാറുണ്ടോ? സമരാജ്ഞിയുടെ അമരക്കാരന്മാരായ കെ സുധാകരനും വി ഡി സതീശനും അതിന് തയ്യാറാകുമോ? ഇങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാൻ ഒരു മെഷീനറി ഈ ജാഥയ്ക്കൊപ്പം ഉണ്ടാകുമോ? ഓരോ മണ്ഡലത്തിലും ഓരോ ജില്ലയിലും ശാസ്ത്രീയമായിട്ടാണോ നിങ്ങൾ ഈ യാത്ര നടത്തുന്നത്? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കും, ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഓർമ്മ വേണം, സൂക്ഷിക്കണം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ ഉയർത്തുന്ന ഈ വെല്ലുവിളി. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നവകേരള സദസ്സിനെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, മാപ്രകൾ, മനോരമ ഉൾപ്പെടെ, കാവ്യഭൂമി ഉൾപ്പെടെ എങ്ങനെയാണ് കവർ ചെയ്തത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പത്രങ്ങളും ചാനലും ഓൺലൈനുമൊക്കെ അതിനെ എങ്ങനെ തമസ്കരിക്കാമെന്ന് നോക്കി മത്സരങ്ങളായിരുന്നു മാപ്രകൾ തമ്മിൽ. ഇനി സമരാജ്ഞി വരുമ്പം ഇതേ മാപ്രകളും ഇതേ മനോരമയും കാവ്യഭൂമിയും അതുപോലുള്ള മുഖ്യധാര വലത് മാധ്യമങ്ങളും ഈ സമരാജ്ഞിയെ എങ്ങനെ കവർ ചെയ്യുന്നു എന്നുകൂടി ഒന്ന് താരതമ്യം ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വരുന്നത്. ഇവരെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങൾക്കറിയാം, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും സമരാജ്ഞി ആളി കത്തട്ടെ. ഡേറ്റ വിട്ടുപോകരുത്. ഡേറ്റ നവകേരള സദസ്സിൽ കിട്ടിയ പരാതികളിൽ എത്ര പരിഹരിച്ചു, എത്ര ചവറ്റുകുട്ടിയിൽ എറിഞ്ഞു, അതെല്ലാം ഡേറ്റ കൂടെ ജാഥയ്ക്കൊപ്പം വേണമെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും.